ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത് ഇതിനകത്ത് സമവായമുണ്ടാക്കും, പരിഹാരമുണ്ടാക്കും എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ്. പരിഹാരമുണ്ടാകും അൻവർ വിഷയത്തിൽ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അല്പം മുൻപ് ന്യൂസ് 8നോട് പറഞ്ഞത്. അൻവറുമായി ചർച്ചകൾ ഇനിയും നടക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു. അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നാണ് പ്രതീക്ഷ. പ്രതിപക്ഷത്തിന് അൻവർ ഒരിക്കലും തലവേദനയല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ സി വേണുഗോപാൽ അൻവറിനോട് മുഖം തിരിച്ചിട്ടില്ലെന്നും ലീഗും കോൺഗ്രസും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ചെന്നിത്തല ന്യൂസ് 8നോട് പ്രതികരിച്ചിരുന്നു. നിലമ്പൂർ അംഗം തുടങ്ങുന്നതിന് മുൻപേ UDF ക്യാമ്പിലും കോൺഗ്രസ് ക്യാമ്പിലും അൻവർ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന വാർത്തകൾക്കിടയിലാണ് കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നത്. സാർ, ഇത് അൻവർ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കാര്യമാണ്, അവിടെ നടക്കുന്നത് പൊട്ടിത്തെറിയാണ് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ് മണിക്കൂറായിട്ടേ ഉള്ളൂ. അതായത് എന്തോ വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. ഒരു വിഷയമില്ല. UDF ഒരു മനസ്സോടെ വളരെ ശക്തമായി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടുന്ന് ഷൊർണൂരിലെത്തി അവിടെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോവാണ്. എല്ലാ UDF നേതാക്കളും ഒരു മനസ്സോടെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ പരിഹരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു ഭരണമാറ്റമാണ്. 9 വർഷത്തെ ദുർഭരണം കേരളത്തെ തകർത്തെറിഞ്ഞു. ആ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരവസരമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിലമ്പൂർ എന്നും കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമാണ്. കഴിഞ്ഞ 2 തവണ ഞങ്ങൾക്ക് കാല് തെറ്റി എന്നുള്ള സത്യമാണ്. ഇത്തവണ അത് പിടിച്ചെടുക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പിണറായി സത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുക എന്ന് പറയുന്ന ആള് അൻവറാണ്. അൻവർ ഈ കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ LDF ഗവൺമെന്റിനെതിരെ പറയുന്നു. അത് കോൺഗ്രസ് പറയുന്ന അതേ കാര്യമാണ്, UDF പറയുന്ന അതേ കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഫോക്കസ് പോലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തൊക്കെ UDFനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അനാവശ്യമായി പോയോ? ഇത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അത് എൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുമായി സംസാരിച്ച് ആ പ്രശ്നം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിവാദങ്ങളിലേക്കില്ല. പക്ഷേ നമുക്കിന്ന് ആവശ്യം എന്താണ്? കേരളത്തിലെ ഈ പിണറായിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കുക. കേരളം അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ജനങ്ങൾ എങ്ങനെങ്കിലും ഈ ഗവൺമെൻറ് മാറി പുതിയൊരു ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടിയാണ് എല്ലാവരും നിൽക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് എല്ലാവരും ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കണം. നിലമ്പൂർ തേക്കും ആര്യാടനും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളെന്ന് താങ്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഏത് ചെകുത്താനാണെങ്കിലും അതല്ലെങ്കിൽ ഒരു വടി നിർത്തിയാലും വിജയിക്കും എന്ന തരത്തിലൊക്കെ അൻവർ പറഞ്ഞു. അപ്പം ഇത് കുറച്ചും കൂടെ ഒരു സമവായത്തിൻ്റെ ഒരു പാതയിലേക്ക് അൻവർ വരാത്തത്, ഇപ്പം താങ്കൾ ഇതിനകത്ത് മുഴുവൻ അനുനയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലൊരു ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ലോകത്ത് ഏറ്റവും പ്രശസ്തമാണ് നിലമ്പൂർ തേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ തേക്ക് കൊണ്ടാണ് അവിടുത്തെ കഥകൾ പോലും നിർമ്മിച്ചിട്ടുള്ളത്. ലോകപ്രശസ്തമായ ബ്രിട്ടീഷുകാരുടെ കാലത്തിനപ്പുറം മുതൽ വളരെ ലോകപ്രശസ്തമായതാണ് നിലമ്പൂരിലെ തേക്ക്. അതുപോലെ തന്നെയാണ് ആര്യാടൻ്റെ ഓർമ്മകളും. അത് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സത്യമാണ്. ആ 2 കാര്യവും പ്രത്യേകിച്ച് കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ എല്ലാവരെയും കൂട്ടി നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് ഇന്ന് ആവശ്യം. അതിനു വേണ്ടിയുള്ള ശ്രമം തുടരും. ഈ കോൺഗ്രസിൽ നേതാക്കന്മാരിൽ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, അതല്ലെങ്കിൽ UDFൽ കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസിൽ തന്നെ കെ സുധാകരൻ, ഇവരെല്ലാം തനിക്കൊപ്പമാണ് നിന്നത്, താൻ പറയുന്നത് അവർ മനസ്സിലാക്കി എന്ന് PV അൻവർ പറയുന്നുണ്ട്. അൻവർ ഈ എതിർത്തു പറയുന്നത് അല്ലെങ്കിൽ അൻവർ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ് എന്ന ഒരു വിഷയം വരുമ്പോഴാണ് ഈ ആശയക്കുഴപ്പമുണ്ടോ പാർട്ടിക്കകത്തുനിന്നൊരു ചോദ്യം വരുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ വലിയ വിശാലമായ ലക്ഷ്യത്തിന് വേണ്ടി തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ അൻവർ അപ്പോൾ ഇനി ഒരുപക്ഷെ ഇന്ന് കെ സി വേണുഗോപാലിനെ കാണുന്നത് നടന്നില്ല, അതുകൊണ്ട് അതിൽ കെ സിക്ക് ഒരു വിമുഖതയുണ്ടോ ആ വിഷയത്തിൽ? കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹത്തെ കിട്ടിയില്ല. വേണുഗോപാൽ എന്നോട് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ അവരോട് സംസാരിക്കുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തെറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി നിരവധി തവണ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
അപ്പോൾ ഏതായാലും ആ സംസാരം തുടരും, അതിനുള്ള ചർച്ചകൾ തുടരും. അതായത് അൻവർ വേറെ മത്സരിക്കില്ല, തൃണമൂലിന്റെ കൂടെ മത്സരിക്കില്ല എന്നൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ. എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ CPM പറയുന്നത് പോലെ ഇത് ഇനി ഈ തലവേദന നിങ്ങൾ കൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്നതും കോൺഗ്രസ് ആ തരത്തിലല്ല കാണുന്നത്. ഏതായാലും 9 വർഷക്കാലം ആ തലവേദന അവർ തന്നെയാണല്ലോ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഏതായാലും ഒരു തലവേദനയായിട്ട് തോന്നുന്നില്ല. ഞങ്ങളുടെ UDFനെയും UDFിൻ്റെ ആശയങ്ങളെയും പിന്തുണയ്ക്കുന്ന ആരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അതാണ് ഞങ്ങളെന്നും കാണിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരാളിനെ കാലുമാറ്റി സ്ഥാനാർത്ഥിയാക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങളാരും കാണിച്ചിട്ടില്ല. അതല്ല MV ഗോവിന്ദൻ തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നത് ആരെയെങ്കിലും കാലുമാറ്റാൻ കഴിയുമോ എന്ന് നോക്കിയാണ്. പക്ഷേ ഇവിടെ ആരെയും കാലുമാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ കുറിച്ചൊക്കെ വളരെ സ്നേഹത്തിലാണ് അൻവർ പറയുന്നത്. അപ്പോഴും പറയുന്നു, ഈ പേരെടുത്ത് പറയാതെ പറഞ്ഞു, UDF നന്ദികേട് കാണിച്ചു, മിൻഹാജിന് പോലും CPM പോകേണ്ടി വന്നത് UDF തന്റെ മുഖത്ത് ചവിട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്. അല്ല, അത് വേറെ കാര്യമാണ്. പാലക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു, അവസാനം അദ്ദേഹം പിൻവലിച്ചതാണ്. അദ്ദേഹം ഏത് പാർട്ടിയിൽ പോകുന്നുള്ളത് അവരുടെ കാര്യമാണ്, അത് നമ്മളുമായി ബാധിക്കുന്ന കാര്യമൊന്നും. ഈ ലീഗിൻ്റെ ഒരു കാര്യം കൂടെ, ലീഗിൽ ഈ വിഷയത്തിനകത്ത് അൻവറിനെ UDFിൽ എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ കോൺഗ്രസിൽ ഒരു വിഭാഗം മാറി നിൽക്കുന്നതാണ് പ്രശ്നം വരുന്നത്. ആ തരത്തിലുള്ള വാർത്ത അങ്ങനെ അതൊന്നും ശരിയല്ല. എല്ലാം ലീഗ് നേതൃത്വവുമായി കൂടിയാലോചിച്ച് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം. ഒറ്റ കാര്യം കൂടെ, സെമി ഫൈനൽ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഈ സമയത്ത് വരുന്നത്. അപ്പം ഇതൊരു ഫൈനലിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ആരാണ് പ്രധാനപ്പെട്ട മുഖം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ ഒരു പ്രോസസ്സൊക്കെ തന്നെയാണ്. എങ്കിലും അങ്ങനെ ഒരു മുഖ്യമന്ത്രി മുഖം വ്യക്തമല്ലേ? UDF ആണ് മുഖം. UDFിന്റെ മുഖം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മൽസരിക്കുന്നത്. അതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിൽ എപ്പോഴും ആശയക്കുഴപ്പമുണ്ടോ? അത് CPM പറഞ്ഞുകൊണ്ടേയിരിക്കില്ല. UDF ആണ്, UDFനാണ് മുഖം. ആ UDF മുഖം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ഇത്തവണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു മനസ്സോടെ പ്രവർത്തിക്കും. ഒരു അഭിപ്രായ വ്യത്യാസമില്ല, മുന്നോട്ട് പോകും. കേരള ജനത അത് ആഗ്രഹിക്കുന്നു. UDF ഒരുമിച്ച് നിൽക്കണം, ഐക്യത്തോടെ പോകണം. ആ ഐക്യത്തോടെ പോകും. ഞങ്ങൾ ഈ തവണ ഭരണം തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ സംശയം. വരാം ഈ വാർത്തയുടെ വിശകലനങ്ങളിലേക്ക് കൂടി ഒരു ഇടവേള.